ഗുഡ് മോർണിംഗ്. യഥാർത്ഥമായിട്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യം ഇന്ന് നമ്മൾ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഡു യു റിയലി ലവ് മീ? ഡു യു ലവ് മീ എന്നല്ല, ഡു യു റിയലി ലവ് മീ? നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നു, ശരിക്കും ഇഷ്ടപ്പെടുന്നു. അപ്പം അതിന് നമ്മുടെ ഉത്തരവാദിത്തം കർത്താവെ കുറച്ചൊക്കെ. കർത്താവെ എനിക്ക് കാര്യം അങ്ങനെ ഇഷ്ടമൊക്കെ, പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല കർത്താവെ, എൻ്റെ സാഹചര്യം അങ്ങേക്ക് അറിയാം. ഇനി മറ്റൊരു കർത്താവ് എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടമാണ് ഈ ലോകത്തിലെ പല കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ അടുത്ത് വന്നോളാം. സൺഡേ മോർണിംഗ് ഞാൻ അങ്ങ് എത്തിക്കോളാം. പിന്നെയോ സൺഡേ ഈവനിങ് മുതൽ ഉച്ച കഴിയുമ്പോൾ മുതലേ ഞാൻ പിന്നെ തിരക്കാം. കാരണം എനിക്ക് ഒത്തിരി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒത്തിരി ക്ലബിൽ ഞാൻ മെമ്പറാണ്, ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഞാൻ മെമ്പറാണ്. ഞാൻ ഏറ്റെടുത്ത കുറേ പ്രോജക്ട്സും എനിക്കതൊക്കെ ചെയ്യണം. അപ്പം അതിന് ഞാൻ ചിന്തിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഞായറാഴ്ച ഒരു ദിവസം മാത്രം നമുക്ക് തമ്മിൽ കാണാം, അല്പസമയം നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നമുക്ക് ചിലവഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിക്കോളാം, നമ്മൾ ഒരു 2-3 മണിക്കൂർ നമുക്ക് തമ്മിൽ സംസാരിച്ചു, അല്ലെങ്കിൽ ഫെലോഷിപ്പ് ചെയ്ത് നമ്മൾ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്തു, നമുക്ക് സന്തോഷിക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ തിരക്കിലേക്ക് പോവാണെന്ന് പറഞ്ഞു. ഭർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഡു യു റിയലി ലവ് മീ? അതിന് സ്നേഹം പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന ഭർത്താവിനോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണോ നിങ്ങളുടെ ഉത്തരവാദിത്വം, അല്ല നമ്മുടെ ഉത്തരവാദിത്വം? കർത്താവിനോടുള്ള സ്നേഹത്തെക്കാളും വലുതാണോ നമുക്ക് ഈ ലോകത്തിലെ ജോലി, അല്ല നമ്മുടെ കുടുംബം, അല്ല നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ സോഷ്യൽ സ്റ്റേറ്റസ് ആണോ? ആണെങ്കിൽ നമ്മൾ കർത്താവിന് യോഗ്യനല്ല കേട്ടോ. കർത്താവ് പറയുന്നില്ല, എന്നെക്കാളുപരി നിങ്ങൾ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ മറ്റെന്തെങ്കിലും സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കാൻ യോഗ്യരല്ല. നമ്മൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരാണോ അതോ പ്രൊഫഷണൽ ക്രിസ്ത്യൻസ് ആണോ? നമ്മളൊരു ദൈവവൈതലാണോ അതോ കർത്താവിൻ്റെ മണവാട്ടിയാണോ അതോ ഒരു പ്രൊഫഷണൽ ഫോളോവറാണോ? പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ അവരുടെ ഡെഡിക്കേഷൻ കാണണമെന്ന്. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റാത്തതെന്നറിയാം. കർത്താവിനെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ ഒന്ന്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവുണ്ടാകും. കാരണം വചനം വ്യക്തമായിട്ട് പറയാം, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകരപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓർക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന്, അതൊക്കെ പക്ഷേ വെറും ഒരു പെരിഫറൽ അല്ലെങ്കിൽ ഒരു പുറമേയുള്ള, അതിന് വലിയ നിലനിൽപ്പ് കാണത്തില്ല, ഒരു വികാരത്തിലുള്ള കാര്യം. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം എന്ന് പറഞ്ഞു, ദാഹിക്കണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിയുമ്പോഴാണ് ഈ ദൈവസ്നേഹം കൊണ്ട് നമ്മൾ നിറയുന്നത്. അപ്പോഴാണ് നമുക്ക് നമ്മൾ പകരം ഞാൻ എന്ത് ചെയ്യും? നമ്മളെപ്പോഴും കർത്താവിനെ പകരം ഞാൻ എന്ത് ചെയ്യും? അങ്ങ് സ്വന്തം ജീവൻ വരെ എനിക്ക് വേണ്ടി നൽകി, ഞാൻ പകരം എന്ത് ചെയ്യും? പകരം കർത്താവ് ചോദിക്കുന്നത് നമ്മുടെ സ്നേഹം തന്നെ ചോദിക്കുന്നത്, വേറൊന്നുമില്ല ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് എങ്ങനെ അറിയുന്നത്? കുറേ സമയം ഇരുന്ന് പാട്ട് പാടുന്നതും വർഷിപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാണോ? വചനം പറയാം, എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുസരിക്കും എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ? ദർ ഈസ് ഒബീഡിയൻസ്. ഞാൻ ആദ്യം പറയായിരുന്നു, നമുക്കൊരാളെ ഏറ്റവും അധികം ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് അവരെ വേദനിപ്പിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ മണവാളനാണ്, നമ്മൾ മണവാട്ടിയെ. എൻ്റെ പല സ്വഭാവങ്ങളും കർത്താവിന് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഈ കർത്താവിന് ഇഷ്ടമാണ്, കർത്താവാണ് എൻ്റെ സകലതും, കർത്താവിൻ്റെ മണവാളനാണ്, അല്ലെങ്കിൽ എൻ്റെ എല്ലാമാണെന്ന് പറയുകയും കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ഞാൻ അതേപടി തുടരുകയും ചെയ്യുകയാണെങ്കിലോ എൻ്റെ സ്നേഹത്തിൽ എവിടെയാണ് അനുസരണം? എൻ്റെ ജെന്യൂൻ സ്നേഹം, ഇറ്റ്സ് എ വൺ വേ ലവ്.
50%. കാരണം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നുണ്ട്. കർത്താവിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളത് കാണിച്ചു തരും, ദൈവവചനത്തിൽ കൂടെ കാണിച്ചു തരും. അല്ലാതെ നമുക്ക് പരിശുദ്ധാത്മാവുള്ളിൽ ബോധ്യം തരും. നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമുക്ക് ബോധ്യം തരും. അപ്പം നമ്മൾ പെട്ടെന്ന് മാനസാന്തരമാണ്. അയ്യോ, ഞാൻ കർത്താവിനെ വേദനിപ്പിച്ചല്ലോ. രാവിലെ ഞാൻ ഐ ലവ് യു ഒരു 100 പ്രാവശ്യം പറഞ്ഞ കർത്താവിനോട്. പക്ഷെ അതിനുശേഷം എൻ്റെ സംസാരമോ കർത്താവിനെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുക. വചനം പറയാം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. ഡു നോട്ട് പുട്ട് ഓഫ്. എങ്ങനെ? എൻ്റെ സംസാരത്തിൽ കൂടെ, എൻ്റെ ചിന്തകളിൽ കൂടെ. വേണ്ടാത്ത ചിന്തകൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടായിരിക്കും. ലോകം കാണുന്നില്ലായിരിക്കും, പക്ഷെ കർത്താവിൻ്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നും കിടക്കുക. നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്ന മൂഡൗട്ടിൻ്റെ കാര്യം. ഒരു ആത്മീയൻ എന്തിനാണ് മൂഡൗട്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ചിന്തകളിൽ കൂടെയോ സംസാരത്തിൽ കൂടെയോ ആഗ്രഹങ്ങളിൽ കൂടെയോ പരിശുദ്ധാത്മാവിനെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഒരു ദൈവവചനത്തിൽ യോജിക്കാത്ത കാര്യങ്ങൾ, ദൈവവചനത്തിനെതിരായിട്ട് നിൽക്കുന്ന അല്ലെ പാപമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ കയറി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. നമ്മൾ ഓർക്കുന്നത് മൂടോട്ടായിട്ട് തുടങ്ങുന്നത്. ഇരുന്ന് കർത്താവിനോട് ചോദിച്ചാൽ മതി, അപ്പോൾ പിടി കിട്ടും. എന്താ റീസൺ? മനസ്സാന്തരം. കാരണം ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ വേദനിപ്പിക്കും. കർത്താവ്